ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 10ലധികം കളേഴ്സുള്ള ആന്തൂറിയം പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ. 15ഓളം വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇതിൽ വളരെ തീരെ ചെറിയ മിനിയേച്ചർ ടൈപ്പും ഉണ്ട്, അതിൻ്റെ കുറച്ച് തൊട്ട് വലിയ ടൈപ്പും ഉണ്ട് കേട്ടോ. നാടൻ വെറൈറ്റീസ് അല്ല, എല്ലാം മിനിയേച്ചറാണ്. ഹൈബ്രിഡ് ടൈപ്പാണ് എങ്കിൽ കൂടി മിനിയേച്ചറും ഉണ്ട്, കുറച്ച് വലിപ്പമുള്ള ടൈപ്പും ഉണ്ട്. ഇതിൽ 3 ടൈപ്പായിട്ടാണ് സെയിലുള്ളത്. ഒന്ന് ഡബിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ്, പിന്നെ സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവേഴ്സ്, പിന്നെ ചെറിയ തൈകൾ മാത്രം. അങ്ങനെയാണ് 3 ടൈപ്പ് ചെടികളാണ് ഉള്ളത്, 3 വലിപ്പത്തിലുള്ള. ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ കെയറിങ്ങിൽ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് തീരെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ആന്തൂറിയം. നല്ല വെളിച്ചം വേണം, എങ്കിലേ നല്ല കളേഴ്സിൽ നല്ല ഭംഗിയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫിനും ഫ്ലവറിനൊക്കെ പൊള്ളലേറ്റ് പ്ലാന്റ് ഡാമേജ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ് ആന്തൂറിയം. എന്നാൽ ഇതിന് ഫുൾ ഇൻഡോറായി വെച്ച് കഴിഞ്ഞാൽ, തീരെ വെളിച്ചം കിട്ടാതിരുന്നാൽ ഇതിൽ സാധാരണ ഇപ്പോൾ ഇതിലൊക്കെ കാണുന്ന പോലെ ഫ്ലവർ ഉണ്ടാകാനും സാധ്യത കുറവാണ്. അതുകൊണ്ട് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ്, നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം ആന്തൂറിയം പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനായിട്ട്. പോട്ടി മിക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലും ബയോപീറ്റ് അഥവാ കൊക്കോപീറ്റ് വാഷ് ചെയ്ത് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് വരുന്നതാണ് ബയോപീറ്റ് എന്ന് പറയുന്നത്. ഈ ബയോപീറ്റ് അല്ലെങ്കിൽ വാഷ് ചെയ്ത കൊക്കോപീറ്റ് ആയാലും മതി. അത് ചാണകപ്പൊടി, അല്പം മണ്ണും ചേർക്കാം കേട്ടോ. അതുകൊണ്ട് വിരോധമൊന്നുമില്ല. കുറഞ്ഞ മണ്ണും ചേർത്തിട്ട് നിങ്ങൾക്ക് ആന്തൂറിയം പോട്ടി മിക്സ് തയ്യാറാക്കാം. കൂടാതെ ഇഷ്ടിക കഷ്ണങ്ങളും അല്ലെങ്കിൽ ഓട് കഷ്ണങ്ങൾ, ചകിരി, ഇതൊക്കെ ചേർത്ത് പോട്ടി മിക്സും തയ്യാറാക്കിയിട്ട് ആന്തൂറിയം പോട്ട് ചെയ്യാവുന്നതാണ്. ഈ ചകിരി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചകിരി കഷ്ണങ്ങളാക്കി അതേപടി ഉപയോഗിക്കുക. അതായത് വാഷ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക. അതിനായിട്ട് ചകിരി മുറിച്ച് കഷ്ണങ്ങളാക്കിയത് ഒരു കാൽഷ്യം നൈട്രേറ്റിൽ 5 ഗ്രാം കാൽഷ്യം നൈട്രേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ അതിലേക്ക് കുതിർത്ത് വെച്ച് 24 hours വെച്ചതിന് ശേഷം അതിനെ പിന്നെ ഡ്രെയിൻ ചെയ്തെടുത്ത്, അതായത് ആ വെള്ളം ഒഴിവാക്കി ഉണക്കിയ ശേഷം പോട്ടി മിക്സ് തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ല, ഈ കാൽഷ്യം ഉപയോഗിക്കാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഈ ചകിരീൻ്റെ പീസുകൾ ഇട്ടിട്ട് അത് ഒരു 2-3 തവണ ആ വെള്ളം മാറ്റിയിട്ട് അങ്ങനെയും ഇതിൻ്റെ കറ കളഞ്ഞ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ കെയറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓവർ വാട്ടറിങ് ആവാതെ ശ്രദ്ധിക്കണം. ഓവർ വാട്ടറിങ് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നനവ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പൊതുവേ മഴക്കാലമായതുകൊണ്ട് ഡെയിലി നനവിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ വെയിൽക്കാലത്താണെങ്കിൽ പോലും നമ്മൾ ഈ ചകിരിയും ഓട് കഷ്ണം അല്ലെങ്കിൽ ചകിരിച്ചോറ്, ഇതൊക്കെയാണല്ലോ പോട്ടി മിക്സായിട്ട് ആന്തൂറിയത്തിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നനവ് അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ നനവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 നേരമൊക്കെ നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഡെയിലി വാട്ടറിങ് കൊടുത്ത്, ഇത് ഇൻഡയറക്റ്റ് സൺലൈറ്റിലാണല്ലോ ഇരിക്കുന്നത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്നൊന്നും വലിഞ്ഞു പോകില്ല. അപ്പോൾ കൂടുതൽ നനവാകുമ്പോൾ ഇതിന് റൂട്ട് റോട്ട് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പോട്ടി മിക്സിൽ നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതിന് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. 19 കാൽഷ്യം, മൾട്ടിവിറ്റമിൻ പോലുള്ള ഫെർട്ടിലൈസറുകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന് കൂടുതൽ ഫ്ലവർ ഉണ്ടാകുന്നതിനും ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്നതിനും വേറെ ഫംഗൽ ബാധയൊന്നും ഇല്ലാതിരിക്കുന്നതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫെർട്ടിലൈസേഴ്സ് സ്പ്രേ ചെയ്ത് ഇതിൻ്റെ അടിവളം ഒഴിവാക്കുന്നതാണ്. ഈ ചെടിക്ക് വല്ല ഫംഗൽ ബാധയും കണ്ടു കഴിഞ്ഞാൽ, ഫംഗൽ ബാധ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ലീഫിനൊക്കെ മഞ്ഞപ്പ് വരികയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ പോട്ടി മിക്സ് മാറ്റി വേറെ പോട്ടി മിക്സ് തയ്യാറാക്കുക, കൂടുതലായിട്ട് ഫംഗൽ ബാധ ഉണ്ടെങ്കിൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് അതിനേതെങ്കിലും ഒരു ഫംഗിസൈഡ് യൂസ് ചെയ്യാം. ബാവസ്റ്റിൻ, സാഫൊക്കെ പോലുള്ള ഫംഗിസൈഡ്സ് ഉണ്ടല്ലോ, അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2 ഗ്രാം എന്ന അളവിൽ കലക്കിയ ശേഷം അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഡ്രെഞ്ചായിട്ടും കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഫംഗൽ ബാധ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. അത് ആഴ്ചയിൽ 1 തവണ എന്ന രീതിയിൽ അടുപ്പിച്ച് 1 മാസം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗൽ ബാധ പൂർണ്ണമായിട്ടും തന്നെ മാറും.
കൂടുതലായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പോട്ടി മിക്സ് തന്നെ മാറ്റി പുതിയൊരു പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് നല്ലതാണ്. ഈ ആന്തൂറിയം പ്ലാന്റ്സ് ഒക്കെ തന്നെ നമ്മൾ വിത്തൗട്ട് പോട്ടായിട്ടാണ് അയക്കുന്നത്, പോട്ടോട് കൂടിയിട്ടല്ല. നിങ്ങൾക്ക് ഈ പോട്ടിൽ ഒരുപാട് കാലം എന്തായാലും ഈ പ്ലാന്റിനെ വളർത്താനായിട്ട് സാധിക്കില്ല. കുറച്ചൊരു വലിയ പോട്ട്, ഒരു 10 ഇഞ്ച് 12 ഇഞ്ച് പോട്ടിലൊക്കെ ആണെങ്കിലാണ് കൂടുതൽ തൈകൾ ഉണ്ടായി വരുന്നതും പിന്നെ പ്ലാന്റിന് ഒന്നുകൂടെ നല്ലൊരു ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വളരണമെങ്കിലൊക്കെ കുറച്ചുകൂടി വലിയൊരു പോട്ടാണ് ആവശ്യം. ഇതിൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ സെയിം സൈസിലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഡബിൾ ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഈ ഡബിൾ ഷൂട്ട് ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ഈ സെയിം സൈസിലുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റ് നമ്മൾ പോട്ട് ജസ്റ്റ് ഒഴിവാക്കി കുറച്ച് അതിൻ്റെ പോട്ടി മിക്സും ഒഴിവാക്കുന്നതെന്നുള്ളൂ. ബാക്കി അതേപടി തൈകളൊന്നും എടുക്കാണ്ട് അതേപടി തന്നെ ഈ 2 ഷൂട്ടോട് കൂടിയ പ്ലാന്റ് അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതിൽ ഓരോന്നിൻ്റെയും പ്ലാന്റ് സൈസ് പ്രത്യേകം ഇങ്ങനെ വീഡിയോ ആയി കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീരെ മിനിയേച്ചർ ടൈപ്പും ഉണ്ട്, കുറച്ച് വലിപ്പമുള്ള സൈസും ഉണ്ട്. അപ്പോൾ റെഡൊക്കെ 2-3 സൈസിലുണ്ട്. അതുകൊണ്ടാണ് 2 സൈസ് റെഡൊക്കെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അത് ചിലത് തീരെ വളരെ കുഞ്ഞു പൂക്കളോട് കൂടിയ റെഡ് പർപ്പിളൊക്കെ ചെറിയ പൂക്കളോട് കൂടിയതുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ചെറിയ പൂവുള്ളതാണ്. റെഡിൻ്റെയൊക്കെ വലിയ പൂക്കളുണ്ട്, ചെറിയ പൂക്കളുണ്ട്. വൈറ്റിൻ്റെതും അതുപോലെ തന്നെ ചെറുതും വലുതുമുണ്ട്. ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ. നിങ്ങൾ പകൽ സമയത്തൊക്കെ ചിലപ്പോൾ കോൾ ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ സാധിക്കില്ല. മറ്റൊന്നുമല്ല, പാക്കിങ്ങിലായതുകൊണ്ടാണ്. അതുകൊണ്ട് കഴിവതും എല്ലാവരും മെസ്സേജ് അയയ്ക്കുക. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മറുപടി തരാനായിട്ട് സാധിക്കും. ഇതാണ് ഡബിൾ ഷൂട്ടിൻ്റെ പ്ലാന്റ് സൈസ്. ഇതാണ് നമ്മൾ 50 രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പ്ലാന്റ് സൈസ്. അതുപോലെ തന്നെ 150 റുപ്പീസാണ് സിംഗിൾ ഷോട്ട് വിത്ത് ഫ്ലവറിന്. ഇത് 50 റുപ്പീസിൻ്റെ പ്ലാന്റ് സൈസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.